ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മൂത്ത സഹോദരി, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു. ചേട്ടൻ മോളുടെ ഹോസ്പിറ്റലിലെ ചെലവുകളും മറ്റ് ഉള്ള കാര്യങ്ങളും ഒക്കെ ചേട്ടനായിരുന്നു ചെയ്ത്. ഇതൊന്നും ഞാൻ അന്നറിഞ്ഞില്ല. പിന്നീട് ഇങ്ങനെ പലരും പറഞ്ഞ് നമ്മൾ അറിയാനുള്ള സാഹചര്യം ഉണ്ടായതാണ്. പിന്നെ എൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചിലവായി എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞറിഞ്ഞതാണ്. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും നമുക്കൊപ്പം നിന്നു. എല്ലാവരും 10-16 ദിവസം വരെയൊക്കെ പോയി വന്നും ഒക്കെ നിന്നു. പിന്നീട് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. അതോടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി മുന്നോട്ട് എങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അവളില്ലാത്ത ലോകത്ത് ഇനി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന് ഞങ്ങൾ തീർത്തും തീരുമാനിച്ചു. 3 പേരും കൂടെ എവിടെയെങ്കിലും പോയിട്ട്, ഏതെങ്കിലും ആ സ്ഥലത്ത് പോയി, നല്ല അമ്പലങ്ങളിലോ ഒക്കെ പോയി കുറച്ച് ദിവസം അവിടെയൊക്കെ നിന്നിട്ട് 3 പേർ കൂടെ ആത്മഹത്യ ചെയ്യാം എന്ന് വരെ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നം മോനെ ആരെന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. കാരണം പിന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾ തന്നെ പരസ്പരം ചോദിച്ചു, അവന് ഭൂമിയിൽ ജീവിക്കാനുള്ളൊരവസരം ദൈവം കൊടുത്തതാണ്. അപ്പം അത് നമ്മളായിട്ട് ഇല്ലാതാക്കുന്നത്, അതിനുള്ള ആളല്ല നമ്മൾ എന്ന് ഞങ്ങൾ തന്നെ തമ്മിൽ പറഞ്ഞ്. പിന്നീട് നമുക്കിവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് അവൾ വിളിക്കുന്നതായിട്ടും അവൾ അവിടെ നിൽക്കുന്നതായിട്ടും റൂമിൽ കയറുമ്പം അവളുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും, കാരണം അവൾ തൊടാത്തതായിട്ടൊരു സാധനവും നമ്മുടെ വീട്ടിലില്ല. അവൾ നടക്കാത്തതായിട്ടുള്ള ഒരു റൂമുകളും ഇല്ല. അവൾ കൈകാര്യം ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ മാനസികമായിട്ട് അതൊരു വല്ലാത്തൊരു വിഭ്രാന്തിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നു, കുറച്ച് ദിവസം ചേട്ടൻ്റെ വീട്ടിൽ പോയി നിന്നു. അങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ നിന്നു. പക്ഷെ എന്നിട്ടും നമ്മുടെ മനസ്സൊന്നും തണുക്കുന്നില്ല. ഒരു മിനിറ്റ് കിട്ടിയാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ മോള് ആ സമയത്ത് അനുഭവിച്ച വേദന. അല്ലെങ്കിൽ അവൾ ഒരു നിമിഷമെങ്കിലും അവൾ ചിന്തിച്ച് കാണത്തില്ലേ, അച്ഛനോ അമ്മയോ ഒന്ന് വന്നിരുന്നുവെങ്കിലും. അത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുമായിരുന്നു. ബാക്കി അടുത്ത എപ്പിസോഡ്. ബൈ.